300 കോടിയുടെ സ്റ്റീൽ കോംപ്ലക്സ് 30 കോടിക്ക് ഭൂമാഫിയയ്ക്ക് വിറ്റുതൊലച്ചു. കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു തീവട്ടിക്കൊള്ള നടന്നിട്ട് പ്രതിപക്ഷമടക്കം ഒരക്ഷരം മിണ്ടുന്നില്ല. പിണറായിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലവുമായ ബേപ്പൂരിലെ ചെറുമണ്ണൂരിൽ 300 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള സെയിൽ SEL എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് വെറും 30 കോടി രൂപയ്ക്ക് വെറും ആക്രി വിലയ്ക്ക് വിറ്റുതുലച്ചത്. ഇതിനെതിരെ ഇപ്പോൾ മുഴങ്ങുന്ന ഏക സ്വരം വഴിയാധാരമായ അവിടുത്തെ ഏതാനും ചില ജീവനക്കാരുടെ ശബ്ദം മാത്രമാണ്. എക്കാലവും പൊതുമേഖലയുടെ ഒപ്പം തൊഴിലാളികളോടൊപ്പം എന്ന് പറയുന്ന ഇടത് സർക്കാരാണ് ഈ പൊതുമേഖലാ സ്ഥാപനം നക്കാപ്പിച്ചയ്ക്ക് വിറ്റുതുലയ്ക്കുവാൻ അധ്യക്ഷത വഹിച്ചത് എന്നോർക്കണം. കോഴിക്കോട് ചെറുവണ്ണൂരിലെ SEL സ്റ്റീൽ കോംപ്ലക്സ് റായ്പൂർ ആസ്ഥാനമായുള്ള ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് കൈമാറിയത്. ഭൂമി വിലയേക്കാളും ബാങ്കിന് കിട്ടാനുള്ള പണത്തെക്കാളും വളരെ കുറഞ്ഞ തുകയ്ക്കാണ് കച്ചവടമെന്നത് ദുരൂഹത കൂട്ടുന്നു. അതും സ്റ്റീൽ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കടലാസ് കമ്പനിക്കാണ് വിറ്റുതുലച്ചത്. SEL സ്റ്റീൽ കോംപ്ലക്സിനെ മികച്ച സ്ഥാപനമായി വളർത്തുവാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാതെ പോയത് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്റ്റീൽ കമ്പനികളെ വഴിവിട്ട് സഹായിക്കുവാനുള്ള ഭരണകൂട താല്പര്യമാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് തുച്ഛമായ വിലയ്ക്ക് സ്റ്റീൽ വ്യവസായത്തിൽ യാതൊരു പ്രാവീണ്യം പോലും ഇല്ലാത്തൊരു കമ്പനിക്ക് സ്ഥാപനത്തെ വിറ്റുതുലച്ചത്. ഈ ഇടപാടിന് മുന്നിൽ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. കുറഞ്ഞത് 270 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നതാണ് പ്രാഥമിക നിഗമനം. കമ്പനി അടച്ചുപൂട്ടിയതോടെ 3 വർഷമായി ശമ്പളം പോലുമില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന തൊഴിലാളികളാണ് വഴിയാധാരമായത്. ഈ മനുഷ്യർക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ലോക്കൗട്ട് നടത്തുകയോ ലേ ഓഫ് പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ എല്ലാ ദിവസവും ഇവിടെ അവശേഷിക്കുന്ന 8 തൊഴിലാളികളും ഹാജർ രേഖപ്പെടുത്തുകയും 8 മണിക്കൂർ കമ്പനിയിൽ ഇരിക്കുകയും വേണം. എന്നാൽ ശമ്പളം കിട്ടുന്നുമില്ല. 8 മണിക്കൂറിന് ശേഷമുള്ള സമയത്ത് ലോട്ടറി വിറ്റും കൂലിപ്പണിയെടുത്തുമാണ് ഇവർ ഇപ്പോൾ കുടുംബം പോറ്റുന്നത്. ഇവരുടെ തൊഴിലും പൊതുമുതലും സംരക്ഷിക്കുവാൻ കമ്പനി ഏറ്റെടുക്കുവാൻ പ്രതിപക്ഷമെങ്കിലും മുൻകൈ എടുക്കണമെന്നാണ് ഇവരുടെ അപേക്ഷ. കൊള്ളമുതലിൻ്റെ പങ്കുപറ്റി പ്രതിപക്ഷം മിണ്ടാതിരിക്കരുത് എന്നതാണ് ഇവരുടെ അഭ്യർത്ഥന. കോഴിക്കോട് ചെറുവണ്ണൂരിലെ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സെയിൽ SEL കേരള ലിമിറ്റഡ് സ്വകാര്യ കമ്പനിക്ക് കൈമാറണമെന്ന് കാണിച്ച് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ കൊച്ചി ബെഞ്ച് ഉത്തരവിട്ടത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ്. ഏറെ നാളായി പ്രവർത്തനമില്ലാതെ കിടന്ന സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറുവാനുള്ള ട്രിബ്യൂണൽ വിധി തൊഴിലാളികൾ അറിയാതെയായിരുന്നു. ഇവിടെ നടന്ന ഒരു തീവട്ടിക്കൊള്ള മറയ്ക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ കച്ചവടം എന്നതാണ് തൊഴിലാളികൾ പറയുന്നത്. റീറോളിംഗ് മിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് 45 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഇതിൽ സെയിലിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പ്രതി ചേർത്ത് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും വിജിലൻസും കേസെടുത്തിട്ടുണ്ട്. CBI അന്വേഷിക്കണമെന്ന ആവശ്യവും നിലനിൽക്കെയാണ് സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ മാനേജ്മെന്റിന് കൈമാറുവാനുള്ള തിടുക്കപ്പെട്ടുള്ള നീക്കം നടത്തിയത്. കമ്പനി പൊളിച്ചു നീക്കണമെന്നും അങ്ങനെ കേസ് ഇല്ലാതാവണമെന്നുമുള്ള സെയിലിന്റെ താല്പര്യമാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. 108 കോടി ലഭിക്കേണ്ടുന്ന സ്ഥാനത്ത് വെറും 22 കോടി രൂപ മാത്രം കിട്ടുന്ന സെറ്റിൽമെന്റ് വ്യവസ്ഥയ്ക്ക് കാനറ ബാങ്ക് എങ്ങനെ തയ്യാറായി എന്നതും അന്വേഷണ വിധേയമാക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. റോളിംഗ് മിൽ സ്ഥാപിക്കുവാനായി 2013 കമ്പനി കാനറ ബാങ്കിൽ നിന്നും 45 കോടി രൂപ കടമെടുത്തത്. മുതലും പലിശയും അടക്കം 108 കോടി രൂപയാണിന്ന് ബാങ്കിന് കിട്ടുവാനുള്ള പണം. എന്നാൽ നിലവിലെ കൈമാറ്റ കരാർ പ്രകാരം 30 കോടിയിൽ 22 കോടിക്കടുത്തേ ബാങ്കിന് കിട്ടൂ. ബാക്കി 4.5 കോടി നിലവിലെ തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശികയ്ക്കും ബാക്കി തുക വിരമിച്ച തൊഴിലാളികളുടെ കുടിശ്ശികയ്ക്കും മാറ്റിവെക്കും. വിധി വരുന്നതിന് 3 മാസം മുമ്പ് തന്നെ കേരള സർക്കാർ സെയിലുമായും ബാങ്കുമായും സംസാരിച്ച് ഒറ്റത്തവണ തീർപ്പാക്കൽ പ്രകാരം ബാങ്കിന് കിട്ടുവാനുള്ള തുക സർക്കാർ നൽകാമെന്നറിയിച്ചതും വളരെ ദുരൂഹമാണ്. 1969 സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. കേരള സ്റ്റേറ്റ് വ്യവസായ വികസന കോർപ്പറേഷനും ഫറോക്കിലെ വെസ്റ്റ് ഇന്ത്യ സ്റ്റീൽ കമ്പനിയും ബാങ്കോക്കിലെ തായ് ഇന്ത്യ സ്റ്റീൽ കമ്പനിയും സഹകരിച്ചാണ് കമ്പനി സ്ഥാപിച്ചത്. തായ്ലൻഡിലും കോഴിക്കോട്ടും ഓരോരോ സ്റ്റീൽ റോളിംഗ് മിൽ ഈ കമ്പനിയുടെ കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. 1973 സംയുക്ത മേഖലയിൽ സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റീൽ കോംപ്ലക്സ് ആയിരുന്നു ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ്. അന്നത്തെ ഗവർണറായിരുന്ന AN വാൻചോ ആണ് സ്റ്റീൽ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്. 1,00,000 ടൺ ബില്ലറ്റുകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ലൈസൻസാണ് അന്ന് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. പ്രവർത്തനം തുടങ്ങി തൊട്ടടുത്ത വർഷം തന്നെ ആദ്യ തൊഴിലാളി സമരവും നടന്നു. 104 തൊഴിലാളികളെ പിരിച്ചുവിടുവാനുള്ള തീരുമാനമാണ് സമരത്തിലേക്ക് നയിച്ചത്. ആകെയുള്ള 330 തൊഴിലാളികളും ഒന്നിച്ച് സമരം തുടങ്ങിയതിനെ തുടർന്ന് കമ്പനി അടച്ചുപൂട്ടി. പിരിച്ചുവിട്ടവരിൽ 25 പേർക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി നൽകാമെന്ന് സമ്മതിച്ചതോടെ 2 മാസം കഴിഞ്ഞ് സ്ഥാപനം വീണ്ടും പ്രവർത്തനം തുടങ്ങി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ വിശാഖപട്ടണത്തെ
RINൽ നിന്ന് സ്റ്റീൽ ബില്ലറ്റ് എത്തിച്ച് അത് തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി മേൽത്തരം TMT ആക്കി മാറ്റുകയായിരുന്നു ഫാക്ടറി പ്രവർത്തനം തുടങ്ങി ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഉൽപ്പാദനത്തിന്റെ 30% പൊതുമരാമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു. തുടക്കത്തിൽ ഭീമമായ നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി 1985 ലാഭത്തിലേക്ക് എത്തുകയും റെക്കോർഡ് ഉൽപ്പാദനം നടത്തുകയും ചെയ്തെങ്കിലും 88 ശേഷം വീണ്ടും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. കമ്പനിയിലെ അസംസ്കൃത പദാർത്ഥമായ സ്ക്രാപ്പ് ഇറക്കുമതിയിലെ വൻഇടിവ്, രൂപ-ഡോളർ നിരക്കിലെ വർധന, സ്റ്റീൽ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വരവ്, അതിലെല്ലാം ഉപരി സർക്കാർ സംവിധാനങ്ങളിലെ കെടുകാര്യസ്ഥത തുടങ്ങിയ ഘടകങ്ങളാണ് കമ്പനിയെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിച്ചത്. സ്വകാര്യ മേഖലയിൽ നിന്നും കമ്മീഷൻ എത്തി തുടങ്ങിയപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് അധികം താമസിക്കാതെ തന്നെ ഇവിടെ നിന്നും സ്റ്റീൽ എടുക്കുന്നത് അവസാനിപ്പിച്ചു. കടുത്ത നഷ്ടത്തിലായ കമ്പനി 1993 ഉൽപ്പാദനം നിർത്തി. ആ കാലത്ത് തന്നെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നീക്കം നടന്നെങ്കിലും തൊഴിലാളികളുടെ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും കാരണം പൂട്ടിയിട്ട കമ്പനി പുനരുദ്ധാരണം നടത്തി സർക്കാർ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുമെന്ന് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉറപ്പു നൽകി. 2.5 വർഷത്തിന് ശേഷം 1995 സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ കമ്പനി വീണ്ടും പ്രവർത്തനം തുടങ്ങി. സ്വകാര്യ മേഖലയെ സഹായിക്കുവാനായി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ യൂണിറ്റിനെ പതുക്കെ തളർത്തി. റോളിംഗ് മിൽ ഇല്ലാതിരുന്നതിനാൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉരുക്ക് ബില്ലറ്റുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി TMT കമ്പനികളാക്കി മാറ്റണമെന്നതും കമ്പനിയുടെ നഷ്ടം വർദ്ധിപ്പിച്ചു. നഷ്ടത്തിലായ കമ്പനിയെ പൊതുമേഖലയിൽ നിലനിർത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുക്കുവാൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ സെയിൽ സന്നദ്ധത അറിയിച്ചു. 2008 സെയിലിനും സംസ്ഥാന സർക്കാരിനും തുല്യ പങ്കാളിത്തം നിലനിർത്തിക്കൊണ്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. വായ്പയും നികുതി കുടിശ്ശികയും ഉൾപ്പെടെ 146 കോടി രൂപ സർക്കാർ എഴുതിത്തള്ളിയിട്ടും കമ്പനി രക്ഷപ്പെട്ടില്ല. നഷ്ടം നികത്തുവാനും ലാഭത്തിലാക്കുവാനും ബില്ലറ്റ് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ പോരെന്നും കമ്പനിയിൽ വാർക്ക കമ്പനികൾ നിർമ്മിക്കുവാനുള്ള റീറോളിംഗ് മിൽ സ്ഥാപിക്കണമെന്നും അഭിപ്രായമുയർന്നു. തുടർന്ന് റീറോളിംഗ് മിൽസ് തുടങ്ങുവാനായി 30% ഫണ്ട് കേരള സർക്കാരും സെയിലും ബാക്കി 70% ഫണ്ട് കാനറ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ 45 കോടി രൂപ കാനറ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുകയും ചെയ്തു. റീറോളിംഗ് മില്ലിന്റെ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഉരുക്ക് ബില്ലറ്റ് ഉൽപ്പാദനം സെയിൽ നിർത്തിവെച്ചത് വീണ്ടും തർക്കത്തിലേക്ക് നയിച്ചു. സെയിലിന്റെ ബിലായ് സ്റ്റീൽ പ്ലാന്റിൽ നിന്നും ബില്ലറ്റ് വരുത്തുവാൻ തുടങ്ങിയത് വൻ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും സംയുക്ത സംരംഭം തർക്കത്തിലാകുകയും ചെയ്തു. 10,000 ടൺ ബില്ലറ്റ് കൺവേർഷൻ ചെയ്തതൊഴിച്ചാൽ പിന്നീട് റീറോളിംഗ് മില്ലിൽ യാതൊരു പ്രവർത്തനവും നടത്തിയതുമില്ല. അതോടെ 2015 പ്രവർത്തനം തുടങ്ങിയ റീറോളിംഗ് മില്ലിന്റെ പ്രവൃത്തി 2016 നിർത്തേണ്ടി വന്നു. സ്വകാര്യ ലോബിയെ സഹായിക്കാനായിരുന്നു ഈ പണിയെല്ലാം ചെയ്തത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന TMT കമ്പനികളുടെ 30% പൊതുമരാമത്ത് വകുപ്പ് നിർബന്ധമായും വാങ്ങണമെന്ന കമ്പനി നിബന്ധനയും യാഥാർത്ഥ്യമാകാതെ വന്നതോടെ 2017 സെയിലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ഈ സ്ഥാപനത്തിന് ഇനി ഫണ്ട് നൽകേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുകയും കമ്പനിയിലെ ഉൽപ്പാദനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. പിന്നീട് 2020 വരെ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്താൽ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിലും 2021 ജനുവരിയിൽ സർക്കാർ ധനസഹായം നിർത്തിയതോടെ അവശേഷിച്ച 21 ജീവനക്കാരുടെ ജീവിതം വഴിമുട്ടി. 2017 കമ്പനിയുടെ പ്രവർത്തനം നിൽക്കുമ്പോൾ 300ഓളം ജീവനക്കാരുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 21 ജീവനക്കാരേ ഉള്ളൂ. അതിൽ 13 പേർ ഡെപ്യൂട്ടേഷനിൽ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നു. സ്വകാര്യ മേഖലയെ സഹായിക്കുവാൻ ബാങ്ക് വായ്പ എടുത്തു വാങ്ങിയ റോളിംഗ് മില്ല് പ്രവർത്തിപ്പിക്കാതിരിക്കുകയും ആ ബാധ്യത മൂലമുണ്ടായ കടക്കണി മൂലം സെയിൽ SCL എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ റായ്പൂർ ആസ്ഥാനമായുള്ള ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കുമ്പോൾ ഇതിന്റെ പിന്നാമ്പുറത്ത് നടന്ന തട്ടിപ്പുകളും ഗുണഭോക്താക്കളും ആരാണെന്ന് പൊതുജനം അറിയുക തന്നെ വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.